അൻസാജ് നമ്മുടെ ഒരു സുഹൃത്താണ്. അൻസാജ് കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്നോട് ഇതിൻ്റെ കഥയെക്കുറിച്ച് പറയുകയും അപ്പോൾ അന്ന് കേട്ടപ്പോൾ തന്നെ ഒരു താല്പര്യം തോന്നുകയും പിന്നീട് അങ്കിളത് റീവർക്ക് ചെയ്ത് അത് അതിനെ ഭംഗിയാക്കി മാറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്കിളിനെ ചെറുപ്പത്തിൽ കണ്ടതാണ്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം നമ്മൾ അധികം പുലർത്താറില്ല. അച്ഛന്റെ സ്വഭാവം അറിഞ്ഞാൽ മതിയല്ലോ. അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഇന്നേ വരെ ജീവിതത്തിൽ പാര മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഇവിടെയും ബെറ്റർ ഒന്നും പ്രതീക്ഷിക്കണം. വീട്ടിലേക്ക് വിളി പോകും പെർഫോമൻസ് മോശമാകുമ്പോഴും പലതിനും. അപ്പോൾ ആ രീതിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷനിലാണ് ഞാൻ മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും സന്തോഷം. പാലക്കാട് പിന്നെ നമ്മൾ ഒരുപാട് പടങ്ങൾ സ്ഥിരം, ഈ വെയിൽ അത്ര സുഖമുള്ള പരിപാടിയല്ല. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. അതുകൊണ്ട് ഇത് പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു കാലാവസ്ഥ. എന്നാലും അവസരമാണ്. കുഞ്ഞിരാമായണം ചെയ്തു നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് മലയാളി ഉജ്ജ്വലൻ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഇവിടെയായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഭീഷ്മർ. ഒരുപാട് സന്തോഷം. പിന്നെ വിഷ്ണുവായിട്ട് ആദ്യമാണ് വർക്ക് ചെയ്യുന്നത്. രാജുവേട്ടനൊക്കെ നമ്മൾ മലയാളിയിലെ അച്ഛനായിരുന്നു. സന്തോഷേട്ടൻ അമ്മയെ പ്രതിനിധീകരിച്ചുകൊണ്ട്, സന്തോഷേട്ടനുണ്ട് ഫെഫ്കേനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, എല്ലാ സംഘടന നിന്നുണ്ട്, അഖിലേട്ടൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും പരിചയക്കാരാണ്. ഒരുപാട് സന്തോഷം.